അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് റെസിപ്പിയൊന്നും അല്ല കേട്ടോ, നമുക്കെല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എത്ര കരിഞ്ഞ് നാശമായിട്ടുള്ള പാത്രമാണെങ്കിലും അതുപോലെ എത്ര പഴകിയ പാത്രമാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള ടിപ്പാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് പാത്രമാണ് കേട്ടോ. ഇങ്ങനെ കരിഞ്ഞു പിടിച്ച പാത്രം നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന രീതിയാണ്. അപ്പോൾ ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇത് കുറച്ച് വലിയ പാത്രമാണ്, നല്ലോണം പഴയ പാത്രമാണ്. കൂടാതെ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ക്വയറൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇത്രയും വലിയ പാത്രം എടുക്കേണ്ടി വരാറുണ്ട്, വലിയ മോൾഡൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നല്ലോണം അങ്ങനെ വാഷ് ചെയ്യാറുമില്ല, അങ്ങനെ വരച്ച് ആ ഒരു രീതിയിലൊന്നും വാഷ് ചെയ്യാറുമില്ല, ബേക്കിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാരണത്താൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം പഴകിയിട്ടുമുണ്ട്, ഉൾഭാഗമൊക്കെ നല്ലോണം നാശമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇതിൻ്റെ കാൽഭാഗത്തിനേക്കാളും കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം, സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ചിലവുമില്ലാതെ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറില്ലേ, അതൊരു 2-3 ഷീറ്റ്, വലിയ ഒരു ഷീറ്റില്ലേ, അങ്ങനെയുള്ള 2-3 ഷീറ്റ് ന്യൂസ് പേപ്പർ ഒന്ന് കീറിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഒരിച്ചിരി കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാത്രത്തിൽ പകുതി വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ കീറിക്കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുമ്പോൾ തന്നെ, ആ ഒരു സ്ക്രബ്ബർ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരക്കുമ്പോൾ തന്നെ ആ ഒരു കരിഞ്ഞ പാകം ഇളകി വരുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ കുറച്ച് പഴകിയ പാത്രമായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് ഡിറ്റർജൻറ്റ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി വലിയ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കൂടുതൽ, അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 2 ടേബിൾ സ്പൂണ് സോൾട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് പതഞ്ഞ് വരണം. അങ്ങനെ ആ ഒരു പതഞ്ഞ് നമുക്ക് കുറച്ച് നേരം സമയം പതഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇത്ര മാത്രമല്ല കേട്ടോ, ഇതിനേക്കാളും കൂടുതൽ നല്ലോണം കരി പിടിച്ച പാത്രമൊക്കെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകി വരും, എത്ര കറുത്ത പാത്രമാണെങ്കിലും ഇളകി വരും. അപ്പോൾ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ ഒന്ന് ഫ്ലെയിം ഇച്ചിരി ഒന്ന് കുറക്കുക, പിന്നെ കൂട്ടി കൊടുക്കുക, പുറത്ത് പോകാതെ നോക്കണം. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ പതഞ്ഞ് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ പതപ്പിച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായി പതപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും മതിയെ, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ച് ഒന്ന് വരക്കുമ്പോൾ തന്നെ ഈ ഒരു കരിഞ്ഞ പാകം പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒരിത്തിരി പാടാണ് ആ ഒരു കരിഞ്ഞത് ഇങ്ങനെ പിടിച്ചിട്ടുള്ളതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ലോണം കൂടുതൽ കരി പിടിച്ചിട്ട് കറുത്തിട്ടുള്ളതൊക്കെ പെട്ടെന്ന് ഇളകി വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ, ആ കരിഞ്ഞതൊക്കെ പെട്ടെന്ന് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പഴയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എല്ലാ ഭാഗത്തും സ്ക്രബ്ബർ വെച്ച് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ കുറച്ച് ഡിഷ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മളടുത്ത് ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷ് ബാറൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് തിളപ്പിക്കാം കേട്ടോ, ഡിറ്റർജൻറ്റ് പൗഡറിന് പകരം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബേക്കിംഗ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ നല്ലോണം ബ്രൗണിഷ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുക്കിങ്ങിന് യൂസ് ചെയ്യാറുമില്ല, ബേക്കിംഗ് മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാരണത്താൽ ഒരുപാട് ബ്രൗണിഷ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റിയെന്ന് അറിയില്ല, ആ ഒരു കരിഞ്ഞ് പിടിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ലോണം വരച്ച് കഴുകേണ്ടി വരുന്നുണ്ട്, അങ്ങനെ അത്രയും ബ്രൗണിഷ് ആയാൽ. ഇതിപ്പോൾ കുറച്ചൊന്ന് നമ്മളൊന്ന് വരച്ചെടുക്കുമ്പോൾ തന്നെ ക്ലീനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ നോക്കാം.
പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതും കുറച്ച് ബ്രൗൺ ആയിട്ടുള്ള പാത്രമാണ് ഇതിൻ്റെ അകത്തൊക്കെ. അപ്പോൾ എത്ര പഴകിയ പാത്രമാണെങ്കിലും അതുപോലെ കരിഞ്ഞ് പിടിച്ച പാത്രമാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ, നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 കപ്പോളം വിനിഗർ അല്ലെങ്കിൽ ലെമൺ ഡ്രോപ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. 5 മിനിറ്റ് ആയതിനു ശേഷം ഒരു സ്ക്രബ്ബർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വെട്ടിത്തിളങ്ങും. ഇനി നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും. അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. എത്ര പഴകിയ പാത്രമാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ആ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വാഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അടിഭാഗം കൂടെ നിങ്ങൾക്ക് സൈഡിലൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ലോണം കരി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ബേക്കിംഗ് സോഡയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒന്ന് പരട്ടി കൊടുക്കുന്ന രീതിയിൽ അടിഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായി ക്ലീനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതും നമുക്ക് എത്ര പഴകിയ പാത്രം വേണമെങ്കിലും അതുപോലെ എത്ര കരിഞ്ഞു പിടിച്ച പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു പകുതിയോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കരിഞ്ഞു പിടിച്ച അത്ര ഭാഗം മാത്രം ക്ലീൻ ചെയ്ത് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വിനീഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലൊന്ന് ബ്രൗൺ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പകുതിയോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ചൊന്ന് ഡിഷ് വാഷ് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതും ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വാഷ് ചെയ്ത് നോക്കാം. ഈ ഒരു പാത്രവും നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതുപോലത്തെ തന്നെ പാത്രമാണ് കേട്ടോ. റൈസ് കുക്കറിൻ്റെ കൂടെ കിട്ടിയ പാത്രമാണ്. അപ്പോൾ ഇതിൽ ഇച്ചിരി ബ്രൗൺ കളർ നല്ലോണം കൂടുതലുണ്ടായിരുന്നു. ഇതും ബേക്കിംഗ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ നല്ലോണം അകത്ത് ബ്രൗൺ ആയതാണ് കേട്ടോ. അപ്പോൾ ഇതും ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.